യാത്രയുടെ 3-4 മാസം കഷ്ടപ്പെട്ട് ഈ യാത്രയ്ക്ക് വേണ്ടി അത്രയും എഫക്ട് എടുത്ത സുജാ മാഡത്തിന് ഉറക്കത്തിലായിരുന്നു. ഇപ്പൊ ഈ ഉറക്കം ഉണർന്നിട്ടുണ്ട്. അപ്പൊ സുജാ മാഡം 2 വാക്ക് സംസാരിക്കൂ പ്ലീസ്. എങ്ങനെയുണ്ടായിരുന്നു അനുഭവങ്ങൾ? ദുഃഖമായിരുന്നോ, സന്തോഷമായിരുന്നോ, തലവേദനയായിരുന്നോ? ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാ അനുഭവങ്ങളും ഒന്ന് പറയൂ പ്ലീസ്. ഇല്ല ഇപ്പൊ കേൾക്കണ്ടോ? ഞാൻ എല്ലാവർക്കായിരുന്നു. അപ്പൊ എന്താ പറയാ, ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു യാത്രയിൽ ഞാൻ തുടക്കം തൊട്ടേ പറയായിരുന്നു, നമ്മളെല്ലാരും കൂടെ ചേർന്ന് ഈ ഒരു ബസ്സിൽ കയറിയാൽ തന്നെ നമ്മളെ ഈ ഒരു വിജയിച്ചു എന്നുള്ളത്. കാരണം ഇതൊരു അടിപൊളിയായിട്ട് യാത്ര പോയി നമ്മളെല്ലാരും ഒരേ വൈബ്. അത് നമ്മളെ ഡ്രൈവറും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാരും ഒരേ വൈബ്, കോളേജ് കുട്ടികൾ പോണ പോലെയാണ്. അത്രയ്ക്ക് വൈബാണെന്ന് പറഞ്ഞായിരുന്നു ഡ്രൈവർ. നമ്മളത്രയും എനർജി ആയിട്ട് എല്ലാരും ഒറ്റ ഇതിൽ നിന്നു. അത് പറഞ്ഞാല് ഇതിലാരും കാരണന്മാരായിട്ട് നിൽക്കാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒരേ ഒരു വൈബ്. പിന്നെ എന്താ പറയാ, ഒരുപാട് എഫേർട്ട് ഉണ്ടായിരുന്നു ഇതിന്റെ ബാക്കില്. അപ്പോ അതൊക്കെ ഒരു സന്തോഷമാണ്. എഫേർട്ട് എടുത്തതിലും ഇതുപോലെ ഒരുമിച്ച് നമ്മൾ പോകാൻ പറ്റിയതില് ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ്. അവർക്ക് ഈ യാത്രയിൽ പങ്കെടുക്കാൻ അത്രയും അതിയായ ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവര് ആദ്യം തന്നെ പൈസ തന്ന് അവരുടെ സീറ്റുകൾ അവര് ബുക്ക് ചെയ്തിരുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ, യാത്ര ഉഷാറായി. ഞാൻ ആദ്യമായിട്ടാണ് കള്ളക്കട്ടേന് അപ്പുറത്തേക്ക് പോണത്. അപ്പൊ ആദ്യമായിട്ട് ഊട്ടിക്ക് പോകാൻ അവസരം കിട്ടി. എല്ലാവർക്കും കൂടിയിട്ട് അവിടേക്ക് സന്തോഷമായി. പാട്ടും പാടാൻ അവസരം കിട്ടി. ആദ്യമായിട്ടൊരു പാട്ടൊക്കെ പാടാണ്. സന്തോഷമായി. അടുത്ത യാത്ര മൈസൂരിക്കാകണം. അതിന് ഞങ്ങളുണ്ടാവും. നല്ല നിർദ്ദേശം. ഓക്കെ, യാത്ര നമ്മളത് അടിപൊളിയായി. ഇങ്ങനെയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. നമ്മളെ കൂടെ കൂടപ്പിറപ്പിനെയൊക്കെ പാടെ കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അതിനൊക്കെ സാധിച്ചു. ഇനിയും ഇങ്ങനത്തെ യാത്രകൾ നമുക്ക് ചെയ്യണം. പിന്നെ എല്ലാരും എൻജോയ് ചെയ്തു. പിന്നെ അമ്മേനെയും കൊണ്ടുപോകാൻ പറ്റി, അത് വേറെ വലിയ സന്തോഷം. കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ പറ്റി. പിന്നെ എല്ലാവർക്കും വരാൻ പറ്റി. വരാൻ പറ്റാത്തവർക്ക് നമുക്ക് അടുത്ത പ്രാവശ്യം പോകുമ്പോ കൊണ്ടുപോവാ. അടിപൊളിയായിരുന്നു. പിന്നെ ചേച്ചിമാരെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റി. പിന്നെ എല്ലാരും എൻജോയ് ചെയ്തു. ഓക്കെ, ഇനി പോണം. പ്രായ ആൾക്കാരായാലും ചെറിയ ആൾക്കാരായാലും എല്ലാവർക്കും ഒരേ വൈബാണ്. അതാണ് ഏറ്റവും അടുത്ത് പറയേണ്ട ഒരു കാര്യം. അടിപൊളിയായിരുന്നു. സൂപ്പർ. ഹലോ, ഈ യാത്രയിൽ പോരാൻ ഞാനും സജീവവും പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവസാന ഘട്ടത്തിലാണ് ഞങ്ങള് ഇത് പ്ലാൻ ചെയ്തത്. അത് ആരും അറിയിച്ചിരുന്നില്ല. ലാസ്റ്റ് 2-3 ദിവസം മുന്നെയാണ് ഇവരൊക്കെ അറിഞ്ഞത്. അത് ആ പൈസയുടെ ഇതില് വന്നപ്പോഴാണ് പറഞ്ഞത്. യാത്ര ഉഷാറായിരുന്നു. ഇതിലെല്ലാവരും എൻജോയ് ചെയ്തിരുന്നു. ഞാൻ എൻജോയ് ചെയ്തിരുന്നു. പിന്നെ ഡ്രൈവർമാരും പിന്നെ ക്ലീനറും ഇതൊക്കെ ഉഷാറായിരുന്നു. ഫുഡ് ഉഷാറായിരുന്നു. ഇതില് നിന്ന് എല്ലാ ആൾക്കാർക്കും എന്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ആണിമാമയ്ക്ക് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞു. ആണിമാമ പാത്തിച്ചിരുന്നു ഞങ്ങളുടെ. ചെറുപ്പക്കാരിപ്പം ഫുള്ള് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാരണവരായി നടന്നുകൊണ്ട് അത്ര കൊണ്ടുള്ള പറയാനുള്ളത്. അടുത്തൊരു യാത്രയിൽ ഞാൻ ഉണ്ടാവും എന്ന് പറയുന്നത്. യാത്ര അടിപൊളിയാണ്. ആദ്യമായിട്ടാണ് ഊട്ടിക്ക് പോണത്. അത് ഫാമിലി ആയിട്ട് വേറെ സന്തോഷമായി. ഫാമിലി ട്രിപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വൈബാണ്.
അത് വേറെ വേണ്ട പോയാലും കിട്ടൂല. അതും അമ്മേന്റെ ഒപ്പാണ് പോണത്. അത് വേറെ പ്രത്യേക സന്തോഷം. പിന്നെ എല്ലാരും എൻജോയ് ചെയ്തു. പരമാവധി നല്ല അതിന്റെ അതിർത്തിയിലെത്തിയ എൻജോയ്മെന്റിന്റെ. ഇതിന്റെ അപ്പുറത്തേക്ക് എൻജോയ്മെന്റ് ഇല്ല. അപ്പൊ അടുത്തത് നമുക്ക് വേഗം പ്ലാൻ ചെയ്യണം. അടുത്ത ട്രിപ്പ്. ഓക്കെ. അമ്മയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്മ ഊട്ടി കാണുന്നത്. അപ്പൊ അമ്മയ്ക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. അമ്മയ്ക്ക് നല്ലൊരു കൈയടി. ഈ ഒരു പ്രായത്തില് അമ്മയ്ക്കിത് കാണാൻ പറ്റുമെന്ന് അമ്മ പോലും വിചാരിച്ചിട്ടില്ല. എന്നാലും അമ്മയ്ക്ക് നമ്മളെ കൂടെ വരാൻ സാധിച്ചു. അമ്മ പറയൂ 2 വാക്ക്. ഇഷ്ടപ്പെട്ട് ഞാൻ ഈ സമയത്ത് പോയിട്ടില്ല. പ്രായത്തിൽ കുട്ടികളും ഞാൻ കാണുന്നത് വിചാരിച്ചതേ. അമ്മ നല്ല സന്തോഷത്തിലാണ്. അമ്മ നല്ല സന്തോഷത്തിലാണ്. നല്ലൊരു കൈയടി.